ഹായ് ഡോക്ടർ, എനിക്കൊന്ന് വീട്ടിൽ വരെ ഒന്ന് പോകണമായിരുന്നു. വീട്ടിൽ ഇനിയിപ്പോൾ കോള് വന്നു. മോള് ഭയങ്കര കരച്ചില്ല, അവൾക്ക് ഭയങ്കര സിവിയർ സ്റ്റൊമക് പെയിൻ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോള് വന്നു. അവൾക്കിപ്പോൾ എന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. എനിക്കൊന്ന് വീട്ടിൽ വരെ പോകാൻ വേണ്ടിയായിരുന്നു. ഇവിടെ ഒന്ന് ഇരുന്നേ, ലീവൊക്കെ തരാം. വാ ഇരിക്കുക, എന്നെ ഒന്ന് പറയാൻ കാര്യം. എന്താ പറ്റിയ സിസ്റ്ററെ? കഴിഞ്ഞ മാസം ഇതുപോലെ ലീവ് ചോദിച്ചല്ലേ? മാഡം, ഇപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് കോള് വന്നു. അപ്പോൾ മോള് ഭയങ്കര കരച്ചിലൊക്കെയാണ്, അവൾക്ക് ഭയങ്കര വയറ്റുവേദനയാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അവൾക്ക് പീരീഡ്സിൻ്റെ ടൈമാണ്. അപ്പം തന്നെ അവൾക്ക് നല്ല ബ്ലീഡിങ്ങും ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. മോളുടെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനുണ്ട്. ഇതിന് മുമ്പും എല്ലാ മാസവും ഇങ്ങനെ വരാറുണ്ടോ? അതെ, എല്ലാ മാസവും അവൾക്ക് പെയിനും ഉണ്ട്, അതുപോലെ നല്ല ബ്ലീഡിങ്ങും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പം മരുന്നൊക്കെ എടുക്കാറുണ്ടോ? മെഡിസിൻസ് ഒന്നും എടുക്കുന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പെയിൻ നോർമലിയും വരാം, പക്ഷേ സിവിയർ പെയിൻ വരുമ്പോൾ അതിന് വേറെ എന്തെങ്കിലും കോസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇങ്ങനെ ഫോർ എക്സാമ്പിൾ എൻഡോമെട്രോസ് എന്നൊക്കെ പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ട്. അതിലൊക്കെ നല്ല സിവിയർ പെയിൻ വരും, ക്വാളിറ്റി ഓഫ് ലൈഫിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന പോലത്തെ പെയിനാണ്. അപ്പോൾ കൊച്ചിന് ഡെയിലി ആക്ടിവിറ്റി, സ്കൂളിൽ പോകാനോ കോളേജിൽ പോകാനൊന്നും പറ്റാതെ ലീവ് എടുക്കേണ്ടി വരുന്നു, ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഗുളികയിൽ തന്നെ കുറയാതെ ഇഞ്ചെക്ഷനൊക്കെ എടുക്കേണ്ടി വരാം. അതപ്പോൾ അതിനെപ്പറ്റി ലൈക്ക് എൻഡോമെട്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂട്രസിനകത്ത് കാണുന്ന ലൈനിങ്ങിൻ്റെ ടിഷ്യൂ യൂട്രസിന് പുറത്തും കാണും. അത് നോർമലി കാണേണ്ട സാധനമല്ല. അബ്നോർമലി അവിടെ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ട്യൂബിലാവാം, ഓവറിയിലാവാം, പല സ്ഥലങ്ങളിൽ കാണും. അപ്പോൾ എല്ലാ മാസവും ബ്ലീഡ് ചെയ്യുമ്പോൾ അവിടെയും കൂടെ ബ്ലീഡ് ചെയ്യുന്നു, ഒരേ ടിഷ്യൂ അല്ലേ. അപ്പോൾ ആ ഹോർമോൺ എഫക്റ്റിൽ അവിടെയും കൂടെ ബ്ലീഡ് ചെയ്യുക. അപ്പോൾ അവിടെ ചിലപ്പോൾ സിസ്റ്റ് ഒക്കെ ഫോം ആവും, അങ്ങനെയൊക്കെ വരുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ അത് എങ്ങനെ ഡയഗ്നോസ്റ്റിക് ചെയ്യാൻ പറ്റുന്നത്? അത് നമ്മൾ ഒന്ന് ക്ലിനിക്കൽ ഹിസ്റ്ററിയും എക്സാമിനേഷൻ വെച്ചാണ്. പിന്നെ നമുക്ക് അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇമേജിങ്, അൾട്രാസൗണ്ട് ചെയ്യണം. പിന്നെ സിവിയർ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്തുമാത്രം അത് സ്പ്രെഡ് ആയിട്ടുണ്ടെന്നുള്ളത് അറിയണമെങ്കിൽ അതിന് MRI ഒക്കെ ചെയ്യേണ്ടി വരാം. പിന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എപ്പോഴും നമ്മൾ ചിലപ്പോൾ സ്കാനിലും MRIയിലും കണ്ടില്ലെങ്കിലും എൻഡോമെട്രിയോസിസ് കാണും. കാരണം സിസ്റ്റ് വരണം എന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യും. ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് കാണാം, കണ്ട് ആ കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റും ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ലാപ്രോസ്കോപ്പിക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സുകൾ എന്തെങ്കിലും ഉണ്ടാവുമോ? സൈഡ് എഫക്ട്സ് അല്ല, നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡ്. ഇപ്പോൾ ഇപ്പോൾ കൊച്ചുകുട്ടിയല്ലേ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ പ്രഗ്നൻസി നോക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് ഓവുലേഷൻ സപ്രസ് ചെയ്ത് അധികം പീരിയഡ്സ് വരാത്ത പോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ്. അതല്ലാത്തവർക്ക് ഇപ്പോൾ കൺസീവ് ചെയ്യാൻ ഡിഫിക്കൽട്ടീസ് ഒക്കെ വരാം എൻഡോമെട്രോസിസിൽ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ സർജറി ചെയ്ത് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്ത് കൺസെപ്ഷനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് സൈഡ് എഫക്റ്റ് അല്ല, അത് എൻഡോമെട്രോസിസിൻ്റെ കണ്ടീഷനിൽ തന്നെ അങ്ങനെ വരുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരാം എന്നുള്ളത്. അത് ലോങ് ടൈം ഉള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കുമോ അതിന്? എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം അങ്ങനെ ഒറ്റ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കുറയുന്ന ഒരു ഡിസീസ് അല്ല, നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ ചെയ്യാം, അതിൽ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ എല്ലാം ഒത്തിരി സിസ്റ്റം ഉണ്ട്. അപ്പോൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാം. സർജിക്കലിൽ അപ്പോൾ അവിടെ എവിടെയൊക്കെയോ ഇങ്ങനെ അബ്നോർമൽ ടിഷ്യൂസ് ഉണ്ടോ അതെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് നാളത്തേക്ക് സിംറ്റമാറ്റിക് റിലീഫ് വരും. പിന്നെ യൂട്രസ് എടുത്ത് ലൈക്ക് ഒരു 40+ ഒക്കെ ആണെങ്കിൽ സിവിയർ പെയിൻ ആണ്, യൂട്രസ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്താൽ ആ പെയിൻ മാറും. ബട്ട് ബാക്കിയുള്ള സ്ഥലത്തും ടിഷ്യൂ ഉണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ചെയ്താലേ ഉള്ളൂ കംപ്ലീറ്റ്ലി മാറുള്ളൂ. സോ അതിപ്പോൾ എൻ്റെ മകളുടെ വിഷയത്തിൽ അത് ടെൻഷൻ അടിക്കേണ്ട എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? ടെൻഷനൊന്നും ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതാണോ എന്ന് അറിയത്തില്ല നമുക്ക്, എന്താണെന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഒരു ദിവസം കൊണ്ടുപോകാം മോളെ. അപ്പം നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് എല്ലാം നോക്കിയിട്ട് അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ശരി ഡോക്ടർ. ടെൻഷനൊന്നും അടിക്കണ്ട. മോളുടെ കൂടെ പോയി നിന്ന് ലീവ് എടുത്തോ, ഹാഫ് ഡേ എടുത്തിട്ട് മോളുടെ കൂടെ നിന്ന് അവളെ ഒന്ന് സമാധാനിപ്പിക്കുക. മെഡിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ കൊള്ളാം, നമുക്ക് ഇവിടുന്ന് ഇഞ്ചെക്ഷനോ ടാബ്ലറ്റ്സോ എല്ലാം ഒക്കെ കൊടുത്ത് പെയിൻ റിലീഫ് കൊടുക്കാം. ഓക്കെ ഡോക്ടർ, ശരി, താങ്ക് യു.